അല്ലാഹുവിൻ്റെ നിഅമത്ത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമേൽ നിഅമത്ത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പരാതിയാണ്. എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല, എനിക്ക് ഇത്ര സമ്പാദ്യമില്ല, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഊർജ്ജസ്വലരാണ് വിശ്വാസികൾ. നിങ്ങളുടെ ഈ ഊർജം കാണുന്ന പോലെ മാഷാ അല്ലാഹ്, നിങ്ങളുടെ ഈ ഉണർവ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ദുബൈയിൽ നിന്ന് ഇന്ന് പോകുന്നത് രാവിലെ. വയലൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇശാനിസ്കരിച്ച് പോയി കിടന്നുറങ്ങണം എന്നാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ. പക്ഷേ നിങ്ങളുടെ ഈ റേഡിയൻ്റ് ആൻഡ് എന്താ പറയുക, വളരെ സന്തുഷ്ടമായി തിളങ്ങി നിൽക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കതൊന്നും വേണ്ട. നിങ്ങളുടെ ഈ നശാത്ത് കാണുമ്പോൾ നമ്മുടെ ക്ഷീണവും തളർച്ചയുമൊക്കെ മങ്ങിപ്പോവുകയാണ്, എവിടെയോ പാറിപ്പോവുകയാണ്. നശാത്തുൻ ഫീ ഹുദ, ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഒരു പക്ഷേ ഇപ്പം നമ്മൾ 2025-ലാണ്. ഒരു 2045-ലോ 65-ലോ ഇങ്ങനൊരു വഅദ് വച്ചാൽ ഈ മുറ്റത്ത് നിങ്ങളെപ്പോലെ നമ്മുടെ അടുത്ത തലമുറയിലെ എത്ര പേർ വന്നിരിക്കാനുണ്ടാകും നമുക്കറിയില്ല. അന്നത്തെ കാലത്ത് വഅദിനുണ്ടാകുമെന്നറിയില്ല. ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് സ്റ്റേജ് വെച്ച് പറയാൻ കഴിയുന്ന കാലമാകുമോ ഒന്നും അറിയില്ല, നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ഉന്മേഷം, ഇത് സത്യവിശ്വാസിയുടെ അടയാളമാണ്. നശാത്തുൻ ഫീ ഹുദൻ, സന്മാർഗത്തിന്റെ വിഷയങ്ങളിൽ അവർ ഉന്മേഷമുള്ളവരാണ്. വബർറുൻ ഫീ ഇസ്തിഖാമ വബിർറുൻ ഫീ ഇസ്തിഖാമ, നേർവഴിയിൽ നേരായ വഴിയിൽ നിലനിന്ന് നന്മ ചെയ്യുന്നവരാണ്. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും നേർവഴിയിൽ തന്നെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വിശുദ്ധ ഖുർആൻ മനോഹരമായി സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും വിവരിക്കുകയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും നേരായ വഴിയിൽ നിലനിന്നു പോവുകയും ചെയ്തവർ. റമദാനിലെ ഒരു നിസ്കാരം കൊണ്ട് നിർത്തിയവരല്ല അവർ, റമദാനിലെ ഒരു നോമ്പ് കൊണ്ട് നിർത്തിവെച്ചവരല്ല അവർ, റമദാനിലെ ഖുർആൻ പാരായണം കൊണ്ട് അങ്ങ് നിർത്തിവെച്ച് പൂട്ടിപ്പോയവരല്ല അവർ. റമദാൻ കഴിഞ്ഞാലും ജമാഅത്തുണ്ട്, റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുണ്ട്, റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണമുണ്ട്. അങ്ങനെ മരണം വരെ ജീവിച്ചു പോയവരുടെ മുമ്പിലേക്ക് മരണസമയം അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യൻ കിടക്കുന്ന റൂം നിറയെ സുഗന്ധമായി സൗന്ദര്യമുള്ള അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്ന് പറയുമത്രേ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കരുതേ, നിങ്ങൾ സങ്കടപ്പെടരുതേ. وأبشروا بالجنة التي كنتم توعدون,
നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ? അത് സത്യമാണ്, സത്യമാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കാണ് മരണത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പേടിക്കരുത് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവതരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. കൂട്ടുകാർ വഴിവിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം റബ്ബേ, എനിക്ക് അവരെ പോലെ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവർ, കൂട്ടുകാർ മുഴുവൻ മദ്യപിക്കുമ്പോൾ നീ ഫ്രീ ആയിട്ട് കുടിച്ചോ എന്ന് തനിക്ക് ഓഫർ തന്നിട്ട് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ, അള്ളാഹു അരുതെന്ന് പറഞ്ഞത് റബ്ബിന് വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാർ, സ്വാതന്ത്ര്യവാദികൾ, സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ദീനിന്റെ അതിർവരമ്പുകൾ മുഴുവനും മറികടന്ന് ഓടിയപ്പോഴും, ആരോഗ്യമെന്ന അള്ളാഹു തന്ന നിഅമത്തിനെ കളഞ്ഞു കുളിച്ചപ്പോഴും എനിക്ക് നാളത്തെ സ്വർഗം മതി, എനിക്ക് സ്വർഗം വേണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. അള്ളാഹുവിൻ്റെ മനോഹരമായ സ്വർഗലോകം മതിയെന്ന് പറഞ്ഞ് ജീവിതത്തെ നിയന്ത്രിച്ചവർ. ആരും അറിയില്ല, അള്ളാഹുവല്ലാതൊരു കുട്ടിയും അറിയാൻ പോകുന്നില്ലെന്ന് ബോധ്യമുള്ളിടത്ത് പോലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ മനസ്സ് കൊടുത്തവരെ കൂട്ടുകാർ മുഴുവൻ ചെയ്തു കൂട്ടുന്നതിനോട് ആ സൗഹൃദത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെപ്പോലെ അതിരുവിട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് അവരുടെ മുമ്പിൽ സധൈര്യം പറയാൻ ധൈര്യപ്പെട്ട ചെറുപ്പക്കാരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ മരണനേരത്ത് ഇറങ്ങി വന്നുകൊണ്ട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ? ആ സ്വർഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് അല്ലാഹു. അതുകൊണ്ട് മരണം ഒരു സങ്കടമല്ല. മക്കൾ ഇട്ടേച്ചുള്ള യാത്രയാണിത്, സമ്പത്തിട്ടേച്ചുള്ള യാത്രയാണിത്, നാടിനോട് സലാം പറയുന്ന യാത്രയാണിത്, കൂട്ടുകാരോട് എന്നേക്കുമായി മൊഴി ചൊല്ലുന്ന യാത്ര പറയുന്ന യാത്രയാണിത്. ആ ഒരു ഖബറിൻ്റെ അരികത്തേക്കുള്ള യാത്രയിൽ ആ പരിശുദ്ധമായ ഒരു മുഅ്മിനിന്റെ ജീവിതം അവസാനിച്ച് മയ്യത്ത് കട്ടിലിൽ കിടത്തി കൂടെയുള്ള ആളുകൾ ചുമന്നുകൊണ്ടുപോയി തഹ്ലീലിന്റെ ശബ്ദമുഖരിതമായ ഒരു ഭവ്യമായ സാന്ദ്രമായ ഒരു യാത്രക്കൊടുവിൽ ഒരു മനുഷ്യനെ കഷ്ടിച്ച് മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു ഖബറിന്റെ ഉള്ളറയിലേക്ക് വെക്കപ്പെടുന്ന മയ്യത്തിനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, ഇതൊരു ഇടുങ്ങിയ ലോകമല്ല, ഇത് നിങ്ങൾ കാണുന്ന ഒരു മണ്ണറയല്ല, ഇത് സ്വർഗമാണ്. നിങ്ങൾക്ക് അല്ലാഹു കണ്ണെത്താ ദൂരത്തേക്ക് അരികത്ത് കിടക്കുന്ന ഖബറുകാരന് ഒരു ഞെരുക്കവും അറിയില്ല. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്ന സ്വർഗത്തിന്റെ അബവാബുകളെ അല്ലാഹു തുറന്നു കൊടുക്കുന്ന ഒരു ലോകമാണത്. ഇത് എന്തിനെന്നറിയുമോ? നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചവരായിരുന്നു. ആ നിയന്ത്രണമാണ് ഇസ്തിഖാമത്ത്. നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നു ഒരു കാലം. നാട് മുഴുവൻ ഓടുമ്പോൾ ഒഴുക്കിനെതിരെ നിങ്ങൾ ഓടിയവരാണ്, ഇസ്തിഖാമത്തിന്റെ അഹ്ലുകാരല്ലേ. അതുകൊണ്ട് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ഖബറിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ദുനിയാവിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരുന്നല്ലോ. അല്ലാഹു പറയാം, വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അവരോട് പറയപ്പെടുകയും ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്തോളൂ, എന്താ വേണ്ടത് ചെയ്തോളൂ. ദുന്യാവിൽ അല്ലാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തോട് മാത്രമാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, യഅ്മലൂ മാ ശിഅ്തും ഫഇന്നീ ഗഫർതു ലക്കും. നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, വേണ്ടത് ചെയ്യാമെന്ന് അല്ലാഹു അരുളി ചെയ്തത് ബദരീങ്ങളോട് മാത്രമാണ്. വമാ യുദ്രീക യാ ഉമർ ലഅല്ല അല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅ്മലൂ മാ ശിഅ്തും ഫഇന്നീ ഗഫർതു ലക്കും. ബദരീങ്ങളോടത് പറഞ്ഞാലും ബദരീങ്ങൾ അതിര് വിട്ടു പോകില്ല.
അവർ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല. വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവരൊന്നത് ചെയ്യില്ല. അവർ സ്വാലിഹീങ്ങളാണ്. ഹബീബിന്റെ കൂടെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കൂടെ നിന്നവരാണ്. എന്നാൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു, വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. കാരുണ്യവാനായ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന വിരുന്നാണിത്. അല്ലാഹു ഒരുക്കുന്ന വിരുന്ന്, അല്ലാഹു നൽകുന്ന വിരുന്ന്. ചൂടുണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞോട്ടെ. അള്ളാഹുവിൻ്റെ വിരുന്നിന് ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ഒരു രാജാവിൻ്റെ വിരുന്ന് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു രാജ്ഞിയുടേത്, ഒരു മന്ത്രിയുടേത്, ഒരു ഉദ്യോഗസ്ഥൻ്റേത്, അല്ലെങ്കിൽ ഒരു പ്രമാണിയുടേത്, ഒരു മുതലാളിയുടേത്. അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും? നുസുലം മിൻ ഗഫൂരിർ റഹീം. നിരീശ്വരവാദികൾ നിങ്ങളെ കളിയാക്കുമായിരുന്നല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് നടന്നോളൂ, ഞങ്ങൾക്ക് ഇവിടമുണ്ട്, ഞങ്ങൾ ഇവിടെ ആസ്വദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സ്വർഗമല്ലേ? ഇത് പറഞ്ഞവർക്ക് അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. നുസുലം മിൻ ഗഫൂരിർ റഹീം. കാരുണ്യവാനും എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനായ അല്ലാഹു, നിയന്ത്രിതമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായൊരു ജീവിതം നയിച്ചവർക്ക് സ്വർഗത്തിൽ വിരുന്നു കൊടുക്കുന്നൊരു ദിനം വരാനുണ്ട്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ നുസുലിലെ നുസലാവുകളായി അവിടുത്തെ വിരുന്നുകാരായി വരാൻ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. കർമ്മങ്ങൾ കുറഞ്ഞവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, അറിവില്ലാത്തവരാണ് റബ്ബേ. നീ നിന്റെ മഹ്ലായ ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, വമൻ അഹ്സനു ഖൗലാ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വേഷത്തിലും സംസ്കാരത്തിലും സ്വഭാവങ്ങളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാളും, അള്ളാഹുവിൻ്റെ നേർവഴിയിലേക്ക് മനുഷ്യർക്ക് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്നവരെക്കാളും ഏറ്റവും നല്ല ജോലി ചെയ്തവരാരാണ്? ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ സ്വന്തം വേഷവിധാനങ്ങളിലും സംസ്കാരത്തിലും വാക്കുകളിലും ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചവനേക്കാളും, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ദീനിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുകയും ചെയ്തവരെക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? അവർക്കൊക്കെയാണ് ഈ സ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരിൽ കഴുത്തിൽ സ്റ്റീലിൻ്റെ ചെയിന്, വെള്ളിയുടെ ആഭരണങ്ങൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത് പുരുഷന്മാർ, കൈകളിൽ വളകൾ, എന്തൊക്കെയോ ബ്രേസ്ലെറ്റുകൾ, പുരുഷന്മാർ. ഇതൊക്കെ ആരാ ചെയ്യുന്നത് കൂടുതലെന്നറിയോ? മുസ്ലിം പേരുള്ള നമ്മുടെ മക്കൾ തന്നെ. എന്തിനാണെന്നറിയോ? ആളെ തിരിയാതിരിക്കാനായത്. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒന്ന് മോഡലായിരിക്കും, രണ്ടാമത്തേത് ഒരു മുസ്ലിം അത് ചെയ്യൂല. മുസ്ലിം പുരുഷന് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്താണ്, വളയും ധരിക്കൽ പറ്റൂല. പക്ഷേ നമ്മൾ ഈ ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്നറിയോ? ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയെ മറച്ചു പിടിക്കുകയാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അള്ളാഹു ഇടപെടുന്നത്. ഇവിടെ അള്ളാഹു ഇടപെടുകയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ
وعمل صالحا وقال إنني من المسلمين. പേര് ചോദിക്കേണ്ടതില്ലാത്ത വിധം, ഒരാളോട് ചെന്ന് പരിചയപ്പെടേണ്ടതില്ലാത്ത വിധം സംസ്കാരത്തിലും വേഷത്തിലും ഈമാനിന്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളിനേക്കാളും മുന്തിയവർ ആരാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ അറിയില്ല എന്താണത്. താടി വെക്കുന്നുണ്ട്, താടിക്ക് സുന്നത്തുള്ള താടിയുണ്ട്, പക്ഷേ ഇത്തിബാ ചെയ്യുന്നത് അഷ്റഫ് ഖൽഖിനെയും അസ്ഹാബിനെയും സ്വാലിഹീങ്ങളെയും ആണെങ്കിൽ ആ താടിക്ക് കൂലിയുണ്ട്. അല്ലാത്തൊരു താടിയുണ്ട്, അത് നമ്മൾ പല മോഡലുകൾ കാണുന്നുണ്ട്. അത് ഏത് താടിയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കുട്ടികൾ വെക്കുന്നത് ഇത്തിബാ ചെയ്യുന്നത് നമ്മുടെ ഉസ്താദുമാരെയാണോ അതല്ല വേറെ വല്ല മോഡലുകളെയാണോ അറിയില്ല. മുടിയൊക്കെ റിബണ് വെച്ച് മുടഞ്ഞു വെച്ച്, കാലിൽ പാദസരപ്പ് തുടങ്ങിയിട്ടില്ല, എന്നാലും ഒരു കെട്ട് കാണുന്നുണ്ട് കാലിൽ, ഒരു കയറിൻ്റെ ഒരു കെട്ട് ഒരു കാലുമേ. പലതും വരാൻ പോകുന്നുണ്ടാവാം. യുബച്ചിക്കുന്ന ആദാനൽ അൻആം, പിശാച്ച് മനുഷ്യനോട് ചെയ്യുന്ന പിശാച്ചിൻ്റെ കുതന്ത്രങ്ങളിൽ വലിയൊരു കുതന്ത്രം മനുഷ്യൻ്റെ കോലം മാറ്റലാണ്. കോലം മാറ്റ മനുഷ്യൻ ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും നടക്കുക. അതിനൊക്കെ സപ്പോർട്ട് പറയാനും സിന്ദാബാദ് വിളിക്കാനും അവർക്കൊക്കെ ലൈക്ക് അടിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ഇതൊരു ഫാഷനാക്കി മാറ്റുക. അതൊരു വെറൈറ്റി ആണല്ലോ. അമേരിക്കയിലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ക്യാൻ യു ഡിഫൈൻ മീ ഹു ഈസ് വുമൻ? പെണ്ണെന്താണ്, ആരാ പെണ്ണ്, ആരാ ആണ്, ഇതിനെ നിർവചിക്കാൻ കഴിയുമോ എന്ന ചലഞ്ചാണ്. കാലം പോയ പോക്ക് നോക്കണം. ഞാൻ പെൺകുട്ടികൾ വന്ന് പാട്ട് പറയാം, ഐ എം നോട്ട് ഫീമെയിൽ, ഐ എം നോട്ട് ഫെമിനിൻ, ഐ എം നോട്ട് ഗേൾ. അവൾ പെണ്ണാണെന്ന് അവൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, പക്ഷെ അവൾ പറയാം ഞാൻ പെണ്ണല്ല. ഈ ബേസിക് ഏതൊരു ചെറിയ കുഞ്ഞിനും അറിയുന്ന ഈ ബദീഹിയാത്തിനെ പോലും മനുഷ്യന്റെ മുമ്പിൽ സംശയമാക്കപ്പെടുക. പിന്നീട് പടച്ചവന്റെ കാര്യം പറയുന്നിടത്ത് അങ്ങനെ മനുഷ്യനെ കൊണ്ട് കോലം കളിപ്പിക്കുകയാണ് പിശാച്. ആട് രാമ കുഞ്ചിരാമ എന്ന് പറയില്ല പണ്ടൊക്കെ, കുരങ്ങിനെ കൊണ്ട് ചാടിപ്പിക്കുന്ന പോലെ മനുഷ്യനെ കൊണ്ട് ചാടിപ്പിക്കുകയാണ്. അതിനൊക്കെ നിന്നു കൊടുക്കാനും ആളുകൾ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാണ്, ദയവ് ചെയ്ത് കൈകളിലും കഴുത്തിലും കാലുകളിലും കാതിലും അണിഞ്ഞ പുരുഷന്മാരുടെ ആഭരണങ്ങളൊന്ന് അഴിച്ചു വെച്ച് പച്ചയായി പടച്ചവൻ പറഞ്ഞ മനുഷ്യരായി ജീവിക്കുക. ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ആണിനുള്ളതല്ല. ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് വെള്ളിയുടെ മോതിരമാണ്. അവിടെ നിർത്തി ലിമിറ്റ് ചെയ്യുക. പിന്നെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ചെയിന് കൊണ്ടിടക്കണ്ട, കയ്യും ഒരു ചെയിന് വേറെ വേണ്ട. കാതുകുത്തലും മൂക്കുകുത്തലും നമുക്ക് പറഞ്ഞതല്ല, ഇതൊക്കെ ഹറാമുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഫിഖഹിന്റെ മസ്അല എടുത്ത് നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും, അത്ര ഗൗരവമാണ്. എന്തേ ഇതിന് അർത്ഥം എന്നറിയോ? ഇതിൻ്റെ അർത്ഥം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. മുസ്ലിം ഇത് ചെയ്യൂല, അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഒന്ന് മറച്ചു പിടിക്കട്ടെ, ഞാൻ ആളുടെ ഇടയിൽ ഞാൻ അതൊന്നുമല്ല, ഞാൻ വേറൊരാളാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് പടച്ചവൻ തരാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കോലം കെട്ടിയിട്ടും കാര്യമില്ല. അത് തടഞ്ഞു വെക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു തരുന്നത് നിങ്ങൾക്ക് തന്നിരിക്കും. റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് റിസ്ക് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കോലം കെട്ടല്ലേ. നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും നമ്മുടെ മൂല്യവും ഒരിടത്തും കളഞ്ഞു കുളിക്കാതെ ഉയർത്തിപ്പിടിച്ച്, നെഞ്ചകം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. വബിർറുൻ ഫിസ്തിഖാമ ലാ യഹീഫു അലാ മൻ യുബ്ഗദ്. ദേഷ്യപ്പെടുന്നവരോട് അതിക്രമം ചെയ്യുന്നവരല്ല. വലാ യഅ്തമു ഫിൽ ഹുബ്ബ്. സ്നേഹിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നവരുമല്ല. സ്നേഹത്തിനും പരിധി വേണം. വലാ യദ്ദഈ മാ ലൈസ ലഹ്. തനിക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് പറയുന്നവനുമല്ല വിശ്വാസി. വലാ യുനാബിസു ബിൽ അൽഖാബ്. ആളുകളെ മോശപ്പെട്ട പേരിട്ട് വിളിക്കുന്നവരുമല്ല. വലാ യുശ്മിതു ബിൽ മുസാബ്. കൂടെ കഴിയുന്ന മനുഷ്യർക്ക്, സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നവരല്ല വിശ്വാസികൾ.
മുഅ്മിനായൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരായിരിക്കാം, നിങ്ങളുടെ ശത്രുവായിരിക്കാം. എന്നാൽ പോലും കടുത്ത ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ സന്തോഷിക്കരുത്. വലാ യദുറു ബിൽ ജാർ, അയൽവാസികൾക്ക് ഉപദ്രവങ്ങൾ ചെയ്യരുത്. വലാ യഹ്മിസു, ഗീബത്ത് നമീമത്തുകൾ പറയരുത്. അങ്ങനത്തവരാണ് വിശ്വാസികൾ. ഫിസ്വലാത്തി മുതഖശ്ശിഉൻ, നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. വഇല സകാത്തി മുതസർരിഉൻ, സകാത്ത് കൊടുക്കാൻ വളരെ ധൃതിപ്പെട്ടു വരുന്നവരാണ്. ഇൻ സമത ലം യഗുമ്മുഹു സുംതു, മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുന്നവരാണ്. വഇൻ ലഹിക ലം യഅൽ സൗതു, ചിരിക്കുമ്പോൾ ഒച്ച വെച്ച് ചിരിക്കുന്നവരല്ല. ഫിസ്സലാസിലി വഖൂർ, വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ഗൗരവമുള്ള മുഖമുള്ളവരാണ്. വഫിർറഖാഇ ശുകൂർ, സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്. ഖാനിഉൻ ബില്ലദീ ലഹു, അല്ലാഹു നൽകിയതിൽ പരിപൂർണമായ സംതൃപ്തരാണ്. വലാ യജ്മഹു ബിഹിൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരല്ല. വലാ യഗ്ലിബുഹു ശുഹു, അല്ലാഹു സമ്പത്ത് നൽകുന്നത് അത് പിടിച്ചു വെക്കുന്ന പിശുക്കുമുള്ളവരല്ല. യുഖാലിത്തുന്നാസ ലിയഅലമ ഔ യുഅല്ലിം, ജനങ്ങളുടെ കൂടെ നടക്കുന്നത് ഒന്നുകിൽ നല്ലത് പഠിക്കാനാണ്, അല്ലെങ്കിൽ നല്ലത് പഠിപ്പിക്കാനാണ്. വയസ്മുതു ലിയസ്ലം, അനാവശ്യ കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ചർച്ചകൾ വരുമ്പോൾ, ഗീബത്ത് നമീമത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ യസ്മുത്, മൗനം പാലിക്കുന്നവരാണ്. ലിയസ്ലമ, തെറ്റുകളിൽ ചെന്ന് പെടാതിരിക്കാൻ. വയൻതിഖൂ ലിയുഫ്ഹം, സംസാരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്. സംസാരം, വാക്കുകൾ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. ഇൻകാന മഅദ്ദാകിരീൻ ലം യുക്തബ് മഅൽ ഗാഫിലീൻ, ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ശ്രദ്ധയോടെ ഇരിക്കുന്നവർ. വഇൻകാന മഅൽ ഗാഫിലീന കുതിബ മിനദ്ദാകിരീൻ, കൂടെയുള്ള ആളുകൾ മുഴുവനും അശ്രദ്ധമായി ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ. വഇൻ ബുഗിയ അലൈഹി സ്വബർ, ആരെങ്കിലും തന്നോട് അതിക്രമം ചെയ്യുമ്പോൾ ക്ഷമ കാണിക്കുന്നവർ. ഏതുവരെ? ഹത്താ യകൂനല്ലാഹു ഹുവല്ലദീ യൻതഖിമു ലഹു യൗമൽ ഖിയാമ, തന്നോട് അതിക്രമം ചെയ്തവർക്ക് പ്രതികാരം അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ഖിയാമത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണവർ. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവമെന്ന് അല്ലാമ ഇബ്നു ബത്തൂഹ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കിതാബ് അൽ ഇബാനത്തുൽ കുബ്ര, ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ് ഈ വിവരിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ ഒരു മുസ്ലിമാകുന്നത്. നിസ്കരിച്ചു, നോമ്പെടുത്തു, അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാണ്, വല്ല കാര്യമുണ്ടോ? നിസ്കാരം, സുന്നത്ത് നോമ്പ് വരെയുള്ള ആളാണ്, പക്ഷേ നാവ് കൊണ്ട് ഒരു മനുഷ്യനോട് നല്ല നിലക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, എല്ലാവരെയും വെറുപ്പിക്കുന്ന ആളാണ്. എന്ത് കാര്യമാണ് അതുകൊണ്ട്? അതുകൊണ്ടാണ് മഹാന്മാരായ ഫുഖഹാ, ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ഇബാദാത്തുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുആമലാത്തിന്റെ ബാബാ വരിക. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഇടപാടുകൾ ശരിയാവണം. അത് കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, ബൈഇന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, മുആമലാത്തിന്റെ അഹ്കാമുകൾ പറഞ്ഞു കൊടുക്കും, ഹലാലും ഹറാമും. അത് കഴിഞ്ഞ് പിന്നെ ബാബു നിക്കാഹ് വരും, മനുഷ്യന്റെ കുടുംബജീവിതം ആരംഭിക്കും. അത് കഴിഞ്ഞ് മനുഷ്യൻ സെറ്റിൽഡായി എന്ന് തോന്നുമ്പോൾ പല വിഷയങ്ങളും വരും, ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അങ്ങനെ ഹുദൂദിൻ്റെയും ശിക്ഷകളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച വരും. ഇങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി ഇബാദത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ മുആമലാത്തുകളിലും മുനാക്കഹാത്തുകളിലും മനുഷ്യന്റെ മുഖാസമാത്തുകളിൽ വരെ പടച്ചവനെ ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. ഏത് തർക്കങ്ങളിൽ പോലും അല്ലാഹുവിനെ ഭയപ്പെടേണ്ടവർ. അങ്ങനെ ആകുമ്പോഴാണ് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا.